ഹലോ, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ ചാനൽ വഴിയിട്ട് ഏകദേശം 10ഓളം വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം പൊതുവെ ആൾക്കാരൊന്നും നമ്മുടെ ഒരു ചാനൽ കാണുന്നില്ല, നമ്മളിടുന്ന ടോപ്പിക്ക് കാണുന്നില്ല. അപ്പം നിങ്ങൾ കയറി കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളിപ്പം കേരളത്തിലെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പിന്നെ കൊച്ചു കൊച്ചു കഥകളും ഒക്കെയാണ് നമ്മൾ എൻ്റെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പറയാൻ വന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും ഇന്നലത്തെ ന്യൂസിനകത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂസിനകത്തൊക്കെ കണ്ടു കാണും. വയനാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു യുവതി സ്വന്തം മാതാവിനെ, അമ്മയെ കമ്പിപ്പാരയ്ക്ക് അടിച്ച് വാരിയലൊടിച്ചെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത. അപ്പം ഞാനത് വിശദമായിട്ട് അതിൻ്റെ വാർത്തകളൊക്കെ കണ്ടു. അപ്പം ആ കുട്ടിയുടെ ഈ ഫേസ് ക്രീം, മുഖത്തിടുന്ന ഒരു ഫേസ് ക്രീം കണ്ട് അമ്മ എടുത്തു മാറ്റിവെച്ചു എന്ന പേരിലാണ് അത്രയും ആ ഒരു ക്രൂരത സ്വന്തം മാതാവിനോട് ആ മകൾ കാണിച്ചത്. അപ്പം നമ്മുടെ ഈ സാക്ഷര കേരളം, സമ്പൂർണ്ണ സാക്ഷരത എന്നറിയപ്പെടുന്ന ഈ കേരളത്തിൽ ദിവസേന നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ സത്യത്തിൽ വളരെ ഞെട്ടിക്കുന്നതാണ്. ഇപ്പം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പോലും അല്ലെ ഉത്തരേന്ത്യയിൽ പോലും കേട്ട് കേൾവിയില്ലാത്തത്രയും വളരെ വൃത്തികെട്ട വാർത്തകളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വാർത്തയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആ ഒരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഈ പെൺകുട്ടി എന്ന് പറയുന്നത് അധികം പ്രായമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയാണെന്നാണ് പോലീസിന്റെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത്. പോലീസുകാർ പറയുന്നത് ഈ പെൺകുട്ടി ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നുള്ളതാണ്. അപ്പം വീട്ടിൽ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതേപോലെ ഡ്രഗ്സിന് അടിമയാണെന്ന് പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അടിമയാണെന്നാണ് അവർ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും നിരന്തരമായിട്ടുള്ള ഈ ക്രിമിനൽ മെന്റാലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ടാവാം വീട്ടുകാർക്ക് പോലും വല്ലാത്ത ഭയമായിരുന്നു. അപ്പം എന്തായാലും ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന സമയത്ത് അവർ ഈ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകരോട് പോലും വല്ലാത്ത രീതിയിൽ കയർത്ത, ഒരു ഭയവും ഇല്ലാത്ത രീതിയിലായിരുന്നു അവരുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് പോലും. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് പറ്റുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഏകദേശം ഈ ഒരു യങ് ജനറേഷൻ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. ഞാൻ മെനഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്കൂൾ കുട്ടികൾ ഒരു ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വെച്ചിട്ട് വേറൊരു കുട്ടിയെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും ഒറ്റ വ്യൂസ് പോലും ഇല്ലാതെ അങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കുവാണ്, ആരും കയറി കണ്ടില്ല. അപ്പം നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസവും വളരെയേറെ ലജ്ജിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നലത്തെ ആ ഒരു കേസ് എന്നൊക്കെ പറയുന്നത് കമ്പിപ്പാരയൊക്കെ എടുത്തിട്ട് വാരിയലിനൊക്കെ വാരിയലിലൊക്കെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതീവ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എന്തായാലും പോലീസ് ഇപ്പോൾ അവരുടെ പേരിൽ ഗുണ്ട ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കാമല്ലോ അവർ എത്രത്തോളം ആള് ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരു സ്ത്രീ ആയിരിക്കും എന്നുള്ളത്. എന്തായാലും അറസ്റ്റ് ചെയ്തു, അവരെ റിമാൻഡിലാക്കി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും അവർ 14-15 ദിവസം കഴിയുമ്പോൾ റിമാൻഡൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരും. അവർ ചിലപ്പോൾ ഇതിലും ക്രൂരമായിട്ടായിരിക്കും ഇനി അമ്മയോട് ചിലപ്പോൾ പെരുമാറാൻ പോകുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിനോട് പെരുമാറാൻ പോകുന്നത്. ഇവരുടെയൊക്കെ പുറകിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഒരു സംഘം തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. കാരണം മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ട് സ്വന്തം ജീവിതം നശിപ്പിച്ചു കളയുന്നു. അതിലുപരിയായിട്ട് വീട്ടുകാരുടെ, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെയൊക്കെ സ്വസ്ഥത നശിപ്പിക്കാനായിട്ട് ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ഉണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വളർന്നു വരുന്ന തലമുറയൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ശരി തന്നെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം പല രീതിയിൽ പല പല മാഫിയകൾ, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസ് കേൾക്കുമ്പോഴും വാർത്തകൾ വായിക്കുമ്പോഴും എല്ലാം ഇങ്ങനെ ഓരോ ദിവസവും പല പല വിഷയങ്ങളാണ് നമ്മുടെ കണ്ണുമുമ്പിലൂടെ നമ്മൾ വായിച്ചും കണ്ടുമൊക്കെ. എന്നിട്ട് നമ്മൾ അതിനെയൊക്കെ ഒന്ന് വായിക്കും, അന്നേരം കളയും. ആ ഒരു പ്രശ്നമാണ്. എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. തലമുറകളെ അല്ലെങ്കിൽ ഇനിയുള്ള നമ്മുടെ ഭാവിക്ക് മുതൽക്കൂട്ടായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള നമ്മുടെ ഭാവി തലമുറയെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കൊണ്ടുപോകാതെ നല്ല രീതിയിലോട്ട് വളർത്തി അവരെ സമൂഹത്തിന് വേണ്ടുന്നവരാക്കി മാറ്റാനായിട്ട് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ശ്രമിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.